സുനിലല്ലേ? അതെ. സാറേ, ഞാൻ വിളിച്ചത് ഇന്ന് ഈ ഓർത്തഡോക്സ് സഭയുടെ സുന്നത ദിവസം നടക്കുക എന്നൊക്കെ വാർത്തകളുണ്ടല്ലോ. അതിന്റെ അകത്ത് ഈ നിക്കോദിമോസ് തിരുമേനിയുടെ ഇപ്പോഴത്തെ ഡ്രൈവർ എന്ന് പറയുന്നത് ഈ കോട്ടയത്തെ ദിയസ്കോറോസിന്റെ ഡ്രൈവറായിരുന്നത്. അവൻ ദിയസ്കോറോസ് മാറ്റാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ഒരു വൈദികന്റെ ഭാര്യയെ അടിച്ചോണ്ട് പോയി. അതിന്റെ പേരിലാണ് അവനെ പുറത്താക്കി കഴിയുമ്പോഴത്തേക്കിനാണ് നിക്കോദിമോസ് ഇവനെ എടുക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ഇപ്പം നിക്കോദിമോസിന്റെ കൂടെയാ. കാരണം ഈ ഡ്രൈവർമാരാണല്ലോ ഇവരുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. അവനാകുമ്പം വേണ്ട പോലെ കാര്യങ്ങളെല്ലാം തരപ്പെടുത്തി കൊടുക്കാനും എല്ലാ ഇതറിയാം. അതുമല്ല, ഈ ഓർത്തഡോക്സിലെ ബാവായുടെ ഡ്രൈവറുടെ അനിയനോ ചേട്ടനോ എങ്ങാണ്ട ഇവന്മാര് ഒരു ഡ്രൈവർ എന്ന് പറയുന്ന ഇപ്പൊ ഒരു മാഫിയ സംഘമായി പോയി. അനു എന്ന് പറയുന്നവൻ ചേന്നങ്കേരിക്കാരനവൻ. ഇടുക്കിയിലെ മെത്രാൻ സ്ഥാനം ഏറ്റപ്പം മുതൽ ഇവനാണല്ലോ കൂടെ ഉണ്ടായിരുന്നത്. ഇടുക്കി മെത്രാനെ കുടിച്ചടിച്ചതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഇവനാണോ? ഇത് മെത്രാന്റെ ഇന്ന് അവൻ കോടികളുടെ വീടാ പണിതിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇടുക്കിയിലെ മുൻ മെത്രാന്റെ ഡ്രൈവർ. അപ്പൊ പുള്ളി സ്കൂളിന്റെ മാനേജരൊക്കെ ആയിരുന്ന സമയത്ത് ഇവന്റെ കുടുംബത്തിൽപ്പെട്ടവരെല്ലാം ആ സമയത്ത് ഈ 3 കൊല്ലം കൂടുമ്പോഴാണല്ലോ ഈ സ്കൂളിന്റെ ലോക്കൽ മാനേജരൊക്കെ മാറുന്നത്. ആ സമയത്ത് ഇവന്റെ കുടുംബത്തിലുള്ളവരെ ബഹുഭൂരിഷം പേര് സ്കൂളിൽ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഇടുക്കി മെത്രാനെ സ്വാധീനിച്ചുകൊണ്ട്. സാറേ, അതിപ്പോ ഈ ഓർത്തഡോക്സിന്റെ തന്നെ അല്ല, യാക്കോബായിലെ സംഭവം ഇതാ. ഒരു ഡ്രൈവർക്ക് ഒരു പള്ളിയിൽ ഈ മെത്രാനയായിട്ട് ചെന്ന ഏറ്റവും കുറഞ്ഞത് 5000 രൂപയാണ് ഇവന്മാർക്ക് കൊടുക്കുന്നത്, ഒരു പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത്. ഒരു ദിവസം 3 പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവൻ എത്ര രൂപയായി? ഇവന്മാരെ മുണ്ണകളെന്ന് ഞാൻ വിളിക്കുന്നത് വെറുതെയാണോ? പിന്നെ അല്ലല്ല, അതിലും കൂടുതലും വാക്കുണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ലത്. അതിപ്പം ഓർത്തഡോക്സിന്റെ അല്ല, യാക്കോബായിലെ ആണല്ലോ ഇത് തന്നെ. ഇത് ഇപ്പൊ ഈ നിരണം ഭദ്രാസനത്തിലെ കൂർലോസ് പിന്നെ എന്തിനാ തിരിച്ചങ്ങോട്ട് ചെല്ലുന്നത്? പുള്ളി അവിടെ തീരുമെന്നും പറഞ്ഞ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ മറവിൽ കോടികൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സ്ഥാനമൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേന് അതിൻ്റെതായ ബുദ്ധിമുട്ട് പുള്ളിക്ക് ഉണ്ടാകുന്നുണ്ട്. പുള്ളിയുടെ സഹായിയായിട്ടിരുന്ന ബർണവാസ് എന്ന് പറയുന്ന മെത്രാനാര ഓർത്തഡോക്സിലെ അച്ഛനായിരുന്നു. അന്ന് മെത്രാൻ സ്ഥാനം കിട്ടാതെ വന്നപ്പോഴത്തേക്കിന് പുള്ളിയുടെ ഭൂമിയെല്ലാം വിറ്റാണ് ഈ തോമസ് പ്രഥമൻ കാതോലിക്കായ്ക്ക് കൊടുത്തിട്ടാണ് പുള്ളിയെ അവിടെ മെത്രാനാക്കിയത്. ഇപ്പം ഭൂമിയും പോയി കാശും പോയി. പുള്ളിയെ ഇവന്മാർ ഒരു പള്ളി പോലും ഇവന്മാര് കയറ്റത്തുമില്ല. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിലിരുന്നാ പോരായിരുന്നു. അല്ല, അത് യാക്കോബായിലെ മെത്രാൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ല, എന്റെ ഇന്ന് 3 കോടി രൂപ മേടിച്ചാണ് ഞാൻ മെത്രാൻ ആയെന്ന് വരെ. ഇപ്പൊ ഒരു മെത്രാന്റെ ഡ്രൈവർക്ക് ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് 15000 രൂപ, 10000 രൂപ മുതൽ 15000 രൂപ വരെ ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നു. കാരണം രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് മാമോദീസ കഴിഞ്ഞ് രാവിലെ തന്നെ കല്യാണം, അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കല്യാണം, ഒരു ദിവസം 4 പ്രോഗ്രാമാ. അപ്പൊ ഇവിടെയെല്ലാം ഓടി എത്തണമെങ്കിൽ ഇവനെ കൊണ്ടേ പറ്റുള്ളൂ. ഇവനാ വണ്ടി ഓടിക്കുന്നത്, മെത്രാൻ പുറകിലിരിക്കുകയല്ലേ ഉള്ളൂ. ഇവൻ ആ കറക്റ്റ് സമയത്ത് കൊണ്ടിരുന്ന കൊണ്ട് ആ വിളിക്കുന്ന വീട്ടുകാരും അച്ഛന്മാര് വീട്ടുകാരോട് പറയും ഇത്ര രൂപ കൊടുക്കണം, അവരത് കൊടുക്കുക. 15000 രൂപ ഇന്ന് ഡെയിലി കിട്ടുന്നത് ആർക്കാ ഉള്ളത്? ഈ പൂച്ചാണ്ടി മെത്രന്മാരുടെ ഡ്രൈവറായിട്ട് പോയാലും മതി. ഇവന്മാർക്ക് ഇവരുടെ സകല പരികിടകളും അറിയാം. ഉണ്ട് സാറേ. ഇവന്മാരുടെ വീടെന്നൊക്കെ പറയുന്നത് കാരണം മണിമാളികയാ. മെത്രാന്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ആരാ? ആ മെത്രാന്റെ ഒപ്പം ഇരുത്തിയല്ലേ ഇവന്മാർക്ക് ഫുഡും കൊടുക്കുന്നത്, അല്ലാതെ മാറ്റിയിരുത്തിയല്ലല്ലോ. ഈ 2 വിഭാഗത്തിലെയും കാര്യം ഞാൻ പറഞ്ഞത്. ഇതൊരു മാഫിയ സംഘം തന്നെ ഇത്, ഡ്രൈവറും മെത്രാനും. ഇപ്പൊ ഈ നിക്കോദിമോസിനെ അല്ല അപ്രേമിനെ ഇന്ന് പുറത്താക്കുവോ? ഇല്ല. പുറത്താക്കിയ ഇവന്റെയൊക്കെ കഥകളൊക്കെ ഇനി വരുമല്ലേ? വരും. എടേ, പ്രസംഗം പറഞ്ഞതാണോ അതോ നീ മറ്റേ പണി ചെയ്യാൻ പോയതാണോ വലിയ കുറ്റകരമെന്ന് അവൻ തെളിവെടുത്തിട്ട് ചോദിക്കുമ്പോ എന്തോ പറയും? ഇവരൊന്നും മിണ്ടുകയില്ല. കാരണം ഒരു മെത്രാച്ചൻ കാലം ചെയ്താൽ ആ ഭദ്രാസനത്തിന് ചത്തുപോയാൽ ആ ഭദ്രാസനത്തിന് എന്നതാ കിട്ടുന്നത്? ഇവരുടെ കുറെ അംശവസ്ത്രം മാത്രമേ കിട്ടുന്നുള്ളൂ. ഇവരുണ്ടാക്കിയ പൈസ മുഴുവൻ ഇവര് സ്വകാര്യ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ മാത്രമേ ഇവർ ഈ കിട്ടുകയുള്ളൂ. ഇത്രയും വർഷം മെത്രാൻ
ഭദ്രാസനത്തിൽ ഭരിച്ചിട്ട് ആ ഭദ്രാസനത്തിന് എന്നാ കിട്ടി എന്നുള്ളത് ഇന്നേ വരെ ഈ ഓർത്തഡോക്സ് യാക്കോബ വിഭാഗങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അല്ല, ഇല്ല. ഇവരുടെ സ്വകാര്യ ട്രസ്റ്റുകളായിട്ട് ആ സ്വത്തുകൾ മാറിയിട്ടുണ്ടാവും, അല്ലെ ആ നാട്ടിലെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെയോ മറ്റുള്ളവരുടെയോ ഒക്കെ പേരില് അതെ, സ്വത്തുവകളായി വേറെ പല പല ട്രസ്റ്റുകളായി പോയിട്ടുണ്ടാവും. ബ്ലേഡ് മാഫിയയ്ക്ക് ഇവര് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ബ്ലേഡ് മാഫിയകളുടെ എല്ലാം മൂലധനം എന്ന് പറയുന്നത് ഇവന്മാരുടെ പിന്നെ പണമല്ലേ? ഇവന്മാരുടെ കള്ളപ്പണങ്ങളല്ലേ വരുന്നത്. പല ഡീലുകളും ഡ്രൈവർമാരുമായിട്ടാണ് എല്ലാവരും നടത്തുന്നത്. അതെ അതെ അതെ. കാരണം ഒരു ദിവസം 2 പ്രോഗ്രാമിൽ കൂടുതൽ വന്ന മെത്രാൻ ആദ്യമേ ചോദിക്കുന്നത് നമ്മളവിടെ ഓടിയെത്തുമോന്നാ, ഞാൻ മൂന്നാമത്തേത് എഴുതിയിട്ട. അപ്പൊ ഇവന് സാമ്പത്തികം കിട്ടുന്നതല്ല, ഇവൻ പറയും അതിനെന്നാ എഴുതിയിട്ടോളാൻ പറയും. ഈ 2 വിഭാഗത്തിലെ മെത്രാന്മാരും ഡ്രൈവറുടെയും കാര്യ ഞാൻ മൊത്തത്തിലാ പറയുന്നത്, അല്ലാതെ ഓർത്തഡോക്സിലെ തന്നെയല്ലേ പറയുന്നത്. അല്ല, ഞാൻ 60 വയസ്സ് കഴിഞ്ഞ് ഞാനിഞ്ഞ് ഭദ്രാസന ഭരണം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പോയ പാർട്ടി പിന്നെ എന്തിനാ തിരിച്ചു വരുന്നത്? എന്തിനാ? എന്റെ ആ സുഖം ഒന്ന് വേറെ അല്ലേ? വേറെ അല്ലേ? ഇത് പോയാ ചെങ്കുപ്പായം പോയാ തീർന്നില്ലേ? പട്ടിയുടെ വിലയുണ്ടോ? വിലയുണ്ടോ? പുള്ളി ആനിക്കാട് പോയി, ഒരു പട്ടിക്കാട്ടിൽ പോയി ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ കിടന്ന് പുള്ളി ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ ഉണ്ടാക്കിയത് ഓൺലൈൻ അറസ്റ്റിലൂടെ കുറെ പോയി. പിന്നെ തീരുമെന്ന് പറയുന്ന ഒരു ഇതുണ്ടായി, അതിന്റെ മറവിൽ ഉള്ള കിട്ടപ്പോരും നിന്ന് കാണും. അതായിരിക്കും വീണ്ടും തിരിച്ചു വരാനുള്ള പ്രധാന കാര്യം. ഈ കെ.പി. യോഹന്നാനെ മെത്രാനാക്കാനുള്ള സകല ഇത് ചരട് വലിച്ചതും KCC-യിൽ പുള്ളിയെ കൊണ്ടുവന്നതും എല്ലാം ഈ പുള്ളിയല്ലേ, കൂറിലോസ് അല്ലേ കൊണ്ടുവന്നത്. പിന്നെ സുറിയാനി വരെ പഠിപ്പിക്കാൻ ഈ പുള്ളിയുടെ കെയർ ഓഫിലാണ് കോട്ടയം ഭദ്രാസനത്തിലെ അച്ഛന്മാരെ അങ്ങോട്ട് വിട്ടത്. ഇതിനെല്ലാം കോടികളല്ലേ കിട്ടുന്നത്. KCC-യുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴല്ലേ ഈ പുള്ളിയെ എല്ലാം ഇതിന്റെ അകത്ത് അംഗത്വം എടുത്തു കൊടുത്തതും. അതിനൊക്കെ എത്ര കോടി കിട്ടിക്കാണും. ഹവാല പരിപാടികളല്ലേ ഇയാളുടെ ട്രസ്റ്റ് വഴിയായിരുന്നു. പിന്നെ അതെ അതെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.